ചെല്ലാനം കൊച്ചി തീരസംരക്ഷണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാകുന്നതിലെ താമസം ചെല്ലാനം ജനതയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താത്കാലിക പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെല്ലാനം തീരത്ത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രദേശത്ത് കടൽ കയറുന്ന സ്ഥിതിയുണ്ട്. പാതി വഴിയിൽ നിന്നുപോയ ടെട്രാപോഡ് കടൽഭിത്തി പുളിമുട്ടുകളുടെ നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നടപടികളും എങ്ങുമെത്തിയിട്ടില്ല. ADP ലോൺ ലഭ്യമാക്കി ടെട്രാപോഡ് നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള ശ്രമങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. ചെല്ലാനം ജനതയോട് സർക്കാർ കടുത്ത അവഗണന തുടരുകയാണെന്നും സമരസമിതി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രണ്ട് മന്ത്രിമാരെ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നതാണ്, പാർട്ടി വാഗ്ദാനം ചെയ്തതാണ്. പിന്നെ കളക്ടർ പല പ്രാവശ്യം നമുക്ക് ഉറപ്പ് തന്നതാണ്. ഈ ഉറപ്പല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഈ മെയ് 15 മുമ്പ് മഴക്കാല പൂർവ്വ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് കളക്ടർ കഴിഞ്ഞ മാസം 11-ാം തീയതി ഞങ്ങളവിടെ ഒരു ധർണയുമായിട്ട് ചെന്നപ്പോൾ, കളക്ടറേറ്റ് മാർച്ചുമായിട്ട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വാക്ക് തന്നത്. ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദുരന്തമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ദുരന്ത നിവാരണ സേനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല ഈ കൊച്ചി ചെല്ലാനം തീരങ്ങളിൽ കടലാക്രമണം എന്ന് വരും. ഇനി അടുത്ത 27-ാം തീയതി കടലിൽ കയറിയിരിക്കും. ഈ മാസം 27-ാം തീയതി തൊട്ട് കടൽ കയറിയിരിക്കും. അപ്പോൾ കടൽ കയറും എന്ന് ഉറപ്പുള്ള ഇതായിട്ട് പോലും ഇവിടെ യാതൊരു പ്രതിരോധ പ്രവർത്തനവും ചെയ്യാതെ ദുരന്തം വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാളെ, അതായത് മെയ് 24-ാം തീയതി കടലിറങ്ങി പ്രതീക്ഷയിരിക്കും. പുത്തൻതോട് ഫിഷിംഗ് ക്യാപ്പിൽ, പുത്തൻതോട് ബീച്ചിൽ രാവിലെ 10 മണി മുതൽ ആണും പെണ്ണും എല്ലാം അടക്കം എല്ലാവരും കൂടി കടലിറങ്ങി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 11-ന് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഈ സമരത്തിൽ അടക്കം ലഭിച്ച ഉറപ്പുകൾ പാലിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് സമരസമിതിയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സമരസമിതി. നാളെ കടലിലിറങ്ങി പ്രതിഷേധിക്കാനാണ് തീരുമാനം. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.